ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ്ഷയർ എന്ന ശാന്തമായ പ്രദേശത്ത് പച്ചപ്പ് നിറഞ്ഞ നിലങ്ങൾക്കിടയിൽ ദൂരത്തു നിന്ന് തന്നെ കാണാൻ സാധിക്കുന്ന ഒരു മഹത്തായ രൂപം, അതാണ് ഇലി കത്തീഡ്രൽ. സമതലമായ ഭൂമിയിൽ ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഈ കത്തീഡ്രൽ ദൂരത്തു നിന്ന് നോക്കുമ്പോൾ ഒരു കടലിൽ യാത്ര ചെയ്യുന്ന കപ്പൽ പോലെ തോന്നും. അതിനാലാണ് ഇതിന് ഷിപ്പ് ഓഫ് ദ ഫെൻസ് എന്ന പേര് ലഭിച്ചത്. ഇന്ന് നമ്മൾ ഈ 900 വർഷത്തിലേറെ പഴക്കമുള്ള അത്ഭുതകരമായ ചരിത്രത്തിലൂടെ നടന്നു പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കത്തീഡ്രലിന്റെ പുറത്താണ്. ഈ കെട്ടിടത്തിന്റെ സൈസ് ക്യാമറയിൽ പകർത്താൻ തന്നെ ബുദ്ധിമുട്ടാണ്. റോമൻസ്ക്യൂ സ്റ്റൈലിൽ ആരംഭിച്ച ഈ നിർമ്മാണം പിന്നീട് ഗോതിക് സ്റ്റൈലിൽ വികസിപ്പിക്കപ്പെട്ടു. വലിയ സ്റ്റോൺ ബ്ലോക്സ്, ആർച്ച് ഷേപ്ഡ് എൻട്രൻസ്, സ്റ്റാച്യു വർക്ക്, ഓരോ ഭാഗവും കൈകൊണ്ട് ചെയ്തതാണ്. വെസ്റ്റ് ടവർ ആകാശത്തെ തൊടുന്ന പോലെ ഉയരത്തിൽ നിൽക്കുകയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലോക്കൽ ലൈംസ്റ്റോൺ ആണ്. 100 കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതിന്റെ ഭംഗി കുറയാത്തത് അത്ഭുതമാണ്. ഇലിയുടെ ചരിത്രം AD 673 തുടങ്ങുന്നു. സെന്റ് എതൽട്രേഡ എന്ന രാജകുമാരി ഇവിടെ ഒരു മൊണസ്ട്രി സ്ഥാപിച്ചു. അവളുടെ വിശുദ്ധ ജീവിതം കാരണം ഈ സ്ഥലം പിൽഗ്രിമേജ് സെന്ററായി മാറി. ആയിരത്തി 669 വൈക്കിംഗ് ആക്രമണത്തിൽ ആദ്യത്തെ പള്ളി നശിച്ചു. പിന്നീട് നോർമൻ കാലത്ത് ഇപ്പോൾ നാം കാണുന്ന കത്തീഡ്രൽ 1083 നിർമ്മാണം ആരംഭിച്ചു. ഇന്ന് കാണുന്ന ഓരോ കല്ലും 100 കണക്കിന് വർഷങ്ങളുടെ കഥ പറയുന്നു.
ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കടക്കുകയാണ്. പുറത്തെ ലോകത്തിൻ്റെ ശബ്ദം ഇവിടെ എത്തുന്നില്ല. മുകളിലേക്ക് നോക്കുമ്പോൾ അറ്റം കാണാനാകാത്ത വിധം ഉയരമാണ്. ലോങ് നേവ്, സിമെട്രിക്കൽ പില്ലേഴ്സ്, സ്റ്റോൺ സീലിംഗ് പാറ്റേൺസ്, സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസിലൂടെ വരുന്ന നിറമുള്ള വെളിച്ചം ഫ്ലോറിൽ വീഴുന്നത് ഒരു പെയിൻറ്റിംഗ് പോലെ തോന്നും. ചുവപ്പും നീലയും സ്വർണവും ചേർന്ന് പ്രകാശം ഒരു ചിത്രമായി മാറുന്നു. ഈ ജാലകങ്ങൾ വെറും അലങ്കാരം മാത്രമല്ല, ഇവ കഥകളാണ്. ബൈബിളിലെ സംഭവങ്ങൾ, ക്രിസ്തുവിൻ്റെ ജീവിതം, വിശുദ്ധരുടെ സാക്ഷ്യങ്ങൾ എല്ലാം നിറങ്ങളിൽ വരച്ചിരിക്കുന്നു. മധ്യകാലഘട്ടത്തിൽ പലർക്കും വായിക്കാൻ അറിയില്ലായിരുന്നു. അതിനാൽ ഈ ജാലകങ്ങൾ പ്രകാശത്തിലെ ബൈബിൾ ആയിരുന്നു. പ്രഭാത സൂര്യൻ ഉയരുമ്പോൾ പ്രകാശം ജാലകങ്ങൾ വഴിയായി അകത്തേക്ക് ഒഴുകുന്നു. കല്ലിൽ തീർത്ത മതിലുകൾ പോലും നിറങ്ങളിൽ ജീവിക്കുന്നത് പോലെ തോന്നുന്നു. ഇപ്പോൾ നാം കാണുന്നത് ഈലി കത്തീഡ്രലിൻ്റെ ഹൃദയഭാഗമാണ്, ഒക്ടഗൺ ടവർ. 1322 സെൻട്രൽ ടവർ തകർന്നു വീണു. ഇത് റീബിൽഡ് ചെയ്യാൻ ഇവിടെ ഒരു പുതിയ ഡിസൈൻ ഉണ്ടാക്കി. മരം കൊണ്ട് നിർമ്മിച്ച ഈ ഒക്ടഗണൽ സ്ട്രക്ചർ മധ്യകാല എഞ്ചിനീയറിംഗിൻ്റെ മാസ്റ്റർ പീസാണ്. മുകളിലേക്ക് നോക്കുമ്പോൾ ലാൻഡൻ പോലെ ലൈറ്റ് ഇറങ്ങുന്നത്, മേൽഭാഗത്ത് നിന്ന് പ്രകാശം താഴേക്ക് ഒഴുകുമ്പോൾ അത് സ്വർഗത്തിന്റെ സ്പർശം പോലെ തോന്നുന്നു. ഇത് ഈ ലോകത്തിലെ തന്നെ യൂണിക് കത്തീഡ്രൽ സ്ട്രക്ചറുകളിലൊന്നാണ്. കത്തീഡ്രലിൻ്റെ മധ്യഭാഗം കടന്നാൽ എത്തുന്നത് കൊയർ പ്രദേശത്തിലേക്കാണ്. ഇതൊരു സാധാരണ ഇരിപ്പിടമല്ല, ഇതാണ് സംഗീതവും പ്രാർത്ഥനയും കൂടിച്ചേരുന്ന ഹൃദയം. ഇരുവശങ്ങളിലും മനോഹരമായി കൊത്തിയ മരക്കസേരകൾ, കൊയർ സ്റ്റോൾസ്. ഓരോ സീറ്റും കൈകൊണ്ട് തീർത്ത കലാസൃഷ്ടിയാണ്. ചില കൊത്തുപണികളിൽ മനുഷ്യരൂപങ്ങൾ, മൃഗങ്ങൾ, പുഷ്പങ്ങളുടെയും ഇലകളുടെയും രൂപങ്ങൾ കാണാം. ഇവ വെറും അലങ്കാരമല്ല, മധ്യകാല കലാകാരന്മാരുടെ സൃഷ്ടിപ്രതിഭയുടെ തെളിവാണ്. ഈലി കത്തീഡ്രലിൻ്റെ കൊയർ ഇംഗ്ലണ്ടിലെ ഏറ്റവും പഴക്കമുള്ള സംഗീത പാരമ്പര്യങ്ങളിൽ ഒന്നാണ്. ദിവസേന ഇവിടെ കൊയർ സംഘം ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നു. കുട്ടികളും മുതിർന്നവരും ചേർന്ന് പഴയ ലാറ്റിൻ ഹിംനുകളും ആധുനിക ആരാധനാ ഗാനങ്ങളും പാടുന്നു. അവരുടെ ശബ്ദം കല്ല് മതിലുകളിൽ പ്രതിധ്വനിക്കുമ്പോൾ കത്തീഡ്രൽ മുഴുവനും ഒരു സംഗീത തരംഗമായി മാറുന്നു. ഈലി കത്തീഡ്രലിന്റെ അകത്ത് നിങ്ങൾ കാണുന്ന ഏറ്റവും ശക്തമായ ദൃശ്യങ്ങളിൽ ഒന്നാണ് പൈപ്പ് ഓർഗൻ. വലിയ വെള്ളി പൈപ്പുകൾ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നു. അവ വെറും അലങ്കാരം പോലെ തോന്നാമെങ്കിലും ഓരോ പൈപ്പും ശബ്ദത്തിന്റെ ഓരോ വഴിയാണ്. ഒരു കീ അമർത്തുമ്പോൾ കാറ്റ് പൈപ്പുകൾക്കുള്ളിലൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ ജനിക്കുന്നത് ഗംഭീരവും ആഴമുള്ളതുമായ ഒരു സംഗീതമാണ്. ഈലി കത്തീഡ്രലിൻ്റെ അൾത്താര ഈ വിശുദ്ധാലയത്തിൻ്റെ പ്രധാന ആരാധനാ കേന്ദ്രമാണ്. കത്തീഡ്രലിൻ്റെ കിഴക്കൻ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗം ശതാബ്ദങ്ങളായി ക്രിസ്തീയ ആരാധനയുടെ ഹൃദയമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹൈ ഓൾട്ടർ കത്തീഡ്രലിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലമായി കണക്കാക്കപ്പെടുന്നു. ഇവിടെ തന്നെയാണ് പരിശുദ്ധ കുർബാനയും പ്രധാന ലിറ്റർജിക്കൽ ചടങ്ങുകളും നടക്കുന്നത്. വിശുദ്ധ ആചാരങ്ങൾ, പ്രാർത്ഥനകൾ, പ്രത്യേക തിരുനാൾ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ഈ സ്ഥലം കേന്ദ്രസ്ഥാനമാണ്. അൾത്താര സ്ഥിതി ചെയ്യുന്ന ഭാഗം പ്രസ്ബിറ്ററി എന്നറിയപ്പെടുന്നു.
നോർമാൻ പിന്നീട് ഗോത്തിക് ശൈലിയിലുള്ള സ്വാധീനം ഈ ഭാഗത്തും വ്യക്തമായി കാണാം. ഉയർന്ന വളവുകൾ, സമചതുര ക്രമീകരണം, പ്രകാശം ഉൾക്കൊള്ളുന്ന ജാലകങ്ങൾ എന്നിവ അൾത്താരയുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നു. അൾത്താരയുടെ സമീപത്ത് മെഴുകുതിരികളും ക്രൂശും സജ്ജീകരിച്ചിരിക്കുന്നു. ഇവ ക്രിസ്തുവിൻ്റെ ത്യാഗത്തെയും പുനരുദ്ധാന പ്രത്യാശയെയും പ്രതിനിധീകരിക്കുന്നു. ആരാധനാവേളകളിൽ ഈ ഭാഗം കൂടുതൽ ഗൗരവപൂർണമായ അന്തരീക്ഷം കൈവരിക്കുന്നു. മധ്യകാലഘട്ടം മുതൽ ഈലി കത്തീഡ്രലിൻ്റെ അൾത്താര ഇംഗ്ലണ്ടിലെ ക്രിസ്തീയ പാരമ്പര്യത്തിൻ്റെ സാക്ഷിയാണ്. ഇംഗ്ലീഷ് റീഫോർമേഷൻ കാലത്ത് പല ആരാധനാലയങ്ങളിലും ഘടനാപരമായ മാറ്റങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഈലി കത്തീഡ്രലിൽ ആരാധനാക്രമം തുടർച്ചയായി നിലനിന്നിരുന്നു. കാലക്രമത്തിൽ അൾത്താരയിൽ നവീകരണങ്ങളും സംരക്ഷണ പ്രവർത്തനങ്ങളും നടന്നു. എങ്കിലും അതിൻ്റെ ആരാധന കേന്ദ്രമായ സ്ഥാനത്തിന് മാറ്റമുണ്ടായിട്ടില്ല. ചരിത്രവും വിശ്വാസവും ഒരുമിച്ച് അനുഭവപ്പെടുന്നു. ഈലി കത്തീഡ്രലിൻ്റെ അൾത്താര അതിൻ്റെ വാസ്തുശില്പ ഭംഗിയാൽ മാത്രമല്ല, ശതാബ്ദങ്ങളായി തുടരുന്ന ആരാധനാ പാരമ്പര്യത്താലും പ്രത്യേക സ്ഥാനമുണ്ട്. ഈലിയുടെ ചരിത്രം പറയുമ്പോൾ ഒരാളുടെ പേര് പ്രത്യേകമായി പറയേണ്ടതാണ്: വിശുദ്ധ എഥൽദ്രേഡ. ക്രിസ്തുവർഷം 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ആംഗ്ലോ സാക്സൺ രാജകുമാരിയാണ് അവർ. രാജകീയ ജീവിതം തിരഞ്ഞെടുക്കാമായിരുന്നെങ്കിലും അവർ തിരഞ്ഞെടുത്തത് ദൈവസേവനത്തിൻ്റെ വഴിയാണ്. ക്രിസ്തുവർഷം 673 എഥൽദ്രേഡ ഈലിയിൽ ഒരു മഠം സ്ഥാപിച്ചു. അന്ന് ഈലി ചുറ്റും ചതുപ്പ് നിലങ്ങളാൽ മൂടപ്പെട്ടിരുന്നു. അത് ഒരു ദ്വീപ് പോലെ തോന്നിയതിനാൽ ഐൽ ഓഫ് ഈലി എന്ന് അറിയപ്പെട്ടു. ഈ മഠം പിന്നീട് ആ പ്രദേശത്തിന്റെ ആത്മീയ കേന്ദ്രമായി മാറി. അവർ വിവാഹിതയായിരുന്നുവെങ്കിലും ആത്മീയ ജീവിതത്തിനായി ശുദ്ധത പാലിച്ചു ജീവിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. അവരുടെ മരണത്തിനു ശേഷം അവരെ വിശുദ്ധയായി അംഗീകരിച്ചു. ഈലി കത്തീഡ്രൽ ഇന്ന് നിലകൊള്ളുന്ന സ്ഥലം ആദ്യം മഠം നിലനിന്നിരുന്ന അതേ ഭൂമിയാണ്. ഈലി കത്തീഡ്രലിലെ ലേഡി ചാപ്പൽ അവരുടെ ആത്മീയ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതാണ്. അവിടെയുള്ള ശില്പങ്ങളും ജാലകങ്ങളും മധ്യകാല ഭക്തിയുടെ ഉദാഹരണങ്ങളാണ്. സെന്റ് എഥൽദ്രേഡ ഇന്നും ഈലിയുടെ രക്ഷാധികാര വിശുദ്ധയായി കണക്കാക്കപ്പെടുന്നു. നോർമൻ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഈ കത്തീഡ്രൽ സെയിന്റ് എഥൽദ്രേഡ സ്ഥാപിച്ച മഠത്തിന്റെ തുടർച്ചയാണ്. അതുകൊണ്ട് ഈലി കത്തീഡ്രൽ ഒരു കെട്ടിടം മാത്രമല്ല, വിശുദ്ധ എഥൽദ്രേഡയുടെ വിശ്വാസത്തിന്റെ ജീവിച്ചിരിക്കുന്ന സ്മാരകമാണ്. ഈലി കത്തീഡ്രലിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലേഡി ചാപ്പൽ ഈ വിശുദ്ധാലയത്തിലെ ഏറ്റവും മനോഹരവും ആത്മീയ പ്രാധാന്യമുള്ള ഭാഗങ്ങളിൽ ഒന്നാണ്. 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ചാപ്പൽ പരിശുദ്ധ കന്യാമറിയത്തിന് സമർപ്പിച്ചിരിക്കുന്നതാണ്. ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ ലേഡി ചാപ്പലുകളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ലേഡി ചാപ്പൽ ഗോതിക് ശൈലിയുടെ മികച്ച ഉദാഹരണമാണ്. ഉയർന്ന മേൽക്കൂര, നൂലിഴ പോലെ സൂക്ഷ്മമായ കല്ലുകൊത്തു പണികൾ, സമചതുര രൂപകൽപ്പന എല്ലാം ചേർന്ന് ഒരു സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ചുറ്റുമതിലുകളിൽ കാണുന്ന ശില്പങ്ങൾ മധ്യകാല കലയുടെ സൂക്ഷ്മതയും വിശ്വാസഭാവവും പ്രതിഫലിപ്പിക്കുന്നു. ഒരിക്കൽ ഇവിടെ മറിയത്തിന്റെ വിഗ്രഹങ്ങളും വർണ്ണചിത്രങ്ങളും ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം സൂചിപ്പിക്കുന്നു. ഇംഗ്ലീഷ് റീഫോർമേഷൻ കാലത്ത് അവയിൽ പലതും നീക്കം ചെയ്യപ്പെട്ടു. ലേഡി ചാപ്പൽ പ്രധാന ആരാധനാ കേന്ദ്രത്തിൽ നിന്ന് വേറിട്ട ഒരു ശാന്തമായ ഇടമാണ്. ഇവിടെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും അനുയോജ്യമായ അന്തരീക്ഷമുണ്ട്. നൂറ്റാണ്ടുകൾ അനേകം വിശ്വാസികൾ ഇവിടെ നിശബ്ദമായി പ്രാർത്ഥിച്ചു. ലേഡി ചാപ്പൽ ഈലി കത്തീഡ്രലിന്റെ വികസനത്തിന്റെ ഭാഗമായാണ് നിർമ്മിക്കപ്പെട്ടത്. മധ്യകാല ഇംഗ്ലണ്ടിലെ മരിയ ഭക്തിയുടെ ശക്തമായ ഉദാഹരണമാണ് ഇത്. ഇന്ന് ഇതൊരു ചരിത്ര സ്മാരകവും അതേസമയം സജീവമായ ആത്മീയമായ ഒരിടവുമാണ്. ഈലി കത്തീഡ്രലിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ വാസ്തുശില്പത്തിന്റെ മഹത്വത്തിനൊപ്പം മറ്റൊരു ശ്രദ്ധേയമായ ഘടകവും കാണാം: ശവകുടീരങ്ങളും സ്മാരക ശില്പങ്ങളും. ഇവ വെറും കല്ല് നിർമ്മിതികളല്ല, ഇവ ചരിത്രത്തിന്റെ നിശബ്ദ സാക്ഷികളാണ്. കത്തീഡ്രലിനുള്ളിൽ നിരവധി ബിഷപ്പുമാരുടെയും മതനേതാക്കളുടെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഈലി ഡയോസിസിന്റെ ബിഷപ്പുമാർ ഇവിടെ സംസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ചില ശവകുടീരങ്ങളിൽ ശില്പരൂപത്തിലുള്ള പ്രതിമകൾ കാണാം. മധ്യകാല വസ്ത്രധാരണത്തിൽ കൈകൾ പ്രാർത്ഥനാ വിവാഹത്തിൽ ചേർത്ത നിലയിൽ.
വിശുദ്ധ എതൽഡ്രേഡയുടെ ശവകുടീരം ഈ കത്തീഡ്രലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യകാലത്ത് അവരുടെ അവശിഷ്ടങ്ങൾ പ്രധാന ആരാധനാ കേന്ദ്രമായിരുന്നു. മധ്യകാലഘട്ടത്തിൽ അവരുടെ ശവകുടീരം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയിരുന്നു. പിന്നീട് റീഫോർമേഷൻ കാലത്ത് അത് നശിപ്പിക്കപ്പെട്ടെങ്കിലും അവരുടെ സ്മരണം ഇന്നും നിലനിൽക്കുന്നു. കല്ലിൽ കൊത്തിയിരിക്കുന്ന ചിഹ്നങ്ങൾ, ക്രൂശ്, ദേവദൂതന്മാർ, പുസ്തകങ്ങൾ, വാൾ, കിരീടം, ഓരോ പ്രതീകവും അവരുടെ ജീവിതവും വിശ്വാസവും സൂചിപ്പിക്കുന്നു. ചില ശവകുടീരങ്ങൾ ഗോതിക് അലങ്കാരങ്ങളാൽ സമ്പന്നമാണ്, ചിലത് ലളിതമാണ്. എന്നാൽ എല്ലാം ചേർന്ന് കത്തീഡ്രലിനെ ഒരു ജീവിക്കുന്ന ചരിത്ര പുസ്തകമാക്കുന്നു. കത്തീഡ്രലിലെ ശവകുടീരങ്ങൾ മരണത്തിൻ്റെ ഓർമ്മപ്പെടുത്തലല്ല, അവ വിശ്വാസത്തിൻ്റെ തുടർച്ചയുടെ അടയാളമാണ്. ഇവിടെ സംസ്കരിക്കപ്പെട്ടവർ ഈ കത്തീഡ്രലിൻ്റെ ചരിത്രത്തിലും ഇംഗ്ലണ്ടിൻ്റെ മതപരമായ വളർച്ചയിലും പ്രധാന പങ്കുവഹിച്ചു. കല്ലിൽ തീർത്ത ഈ സ്മാരകങ്ങൾ കാലത്തെ മറികടന്ന് അവരുടെ ജീവിതകഥകൾ പറയുകയാണ്. നോർമൻ ശൈലിയിലും ഗോതിക് നവീകരണങ്ങളിലും കല്ലും സ്റ്റോൺ തൂണുകളും വളവുകളും പെയിന്റ് ചെയ്ത് അലങ്കരിച്ചിരുന്നു. ചുവപ്പ്, നീല, സ്വർണം എന്നിവ വലിയ മൃദുനിറങ്ങൾ ചുവപ്പ്, നീല, സ്വർണം എന്നിവ പോലുള്ള മൃദുല നിറങ്ങൾ ഉപയോഗിച്ചിരുന്നുവെന്ന് വിശകലനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ കല്ലും തൂണും വളവും ചിത്രങ്ങൾ, രൂപങ്ങൾ, സാക്ഷ്യങ്ങൾ കാണിക്കുന്ന രീതിയിൽ അലങ്കരിച്ചിരുന്നു. 16-ാം നൂറ്റാണ്ടിലെ റീഫോർമേഷൻ കാലത്ത് ബഹുദൈവിക മതഭക്തിയും മതപരമായ മാറ്റങ്ങളും കാരണം ഈ വർണ്ണ പെയിന്റിംഗ് ഏറെ മായ്ച്ചു കളഞ്ഞു. ഇന്ന് കത്തീഡ്രലിന്റെ ഭിത്തികൾ പലതും വെളുത്ത സ്വച്ഛമായ ശില്പകലയായി മാത്രം കാണപ്പെടുന്നു. കേംബ്രിഡ്ജ് ഷെയറിന്റെ സമതല ഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ഈലി കത്തീഡ്രൽ 100 വർഷങ്ങളായി കാലത്തെ മറികടന്ന് നിലകൊള്ളുന്ന വിശ്വാസത്തിന്റെ സ്മാരകമാണ്. അകത്ത് കടക്കുമ്പോൾ ഉയർന്ന തൂണുകളും വളവുകളും, നിറമുള്ള ഗ്ലാസ് ജാലകങ്ങളിലൂടെ ഒഴുകുന്ന പ്രകാശവും, കൊയറിന്റെ പൈപ്പ് ഓർഗന്റെയും ശബ്ദവും, അൾത്താരയുടെയും ലേഡി ചാപ്പലിന്റെയും ശാന്തതയും നമുക്ക് നിശബ്ദമായി ദൈവത്തിന്റെ മഹത്വം അനുഭവിപ്പിക്കുന്നു. പുറത്തേക്ക് നോക്കുമ്പോൾ ആകാശത്തേക്ക് ഉയർന്ന ഗോപുരങ്ങൾ സമതല കൃഷിയിടങ്ങളെ മറികടന്ന് കാലത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ശക്തിയെ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കത്തീഡ്രൽ വെറും കല്ലും ശില്പവും മാത്രമല്ല, ആത്മാവിൻ്റെ, വിശ്വാസത്തിൻ്റെ, ശാന്തതയുടെ ജീവിച്ചിരിക്കുന്ന സ്മാരകമാണ്. ഈലി കത്തീഡ്രൽ കാലത്തെ മറികടന്ന് നിൽക്കുന്ന ശില്പകലയും വിശ്വാസവും ചേർന്ന ഒരു ഹൃദയം. ഈലി കത്തീഡ്രൽ കാലത്തെ മറികടന്ന് നിൽക്കുന്ന ശില്പകലയും വിശ്വാസവും ചേർന്ന ഒരു ഹൃദയം.